നമ്മൾ ഇന്നൊരു അടിപൊളി ചൈനീസ് ഡിഷാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഡിഷ് കഴിച്ച് മടുത്തവർക്കൊക്കെ ഈ വീഡിയോ അടിപൊളിയായിട്ട് ഉപകാരപ്പെടും. അപ്പം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാല ഹോട്ട് പോട്ട്. നിങ്ങൾ ഈ ഏഷ്യൻ കൺട്രീസിൽ, അതായത് ഇപ്പം ഈ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രീസിൽ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഷായിരിക്കും മാല ഹോട്ട് പോട്ട്. ഇത് ആക്ച്വലി റെസ്റ്റോറൻറ്റിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ സിംഗപ്പൂർ ആണെങ്കിലും നല്ല എക്സ്പെൻസീവാണ് ഈ സംഭവം. പക്ഷെ നമുക്കിത് എളുപ്പം നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു 4 മണിക്ക് അല്ലെങ്കിൽ ഒരു ലഞ്ച്, ഡിന്നർ ഇതൊക്കെ കഴിക്കണമെങ്കിൽ നൂഡിൽസ് ഇട്ട് അല്ലെങ്കിൽ റൈസ് ഇട്ടൊക്കെ നമുക്കത് അടിച്ച് പൊളിച്ച് ഉണ്ടാക്കാൻ പറ്റും. അത് വളരെ ഈസിയാണ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇത് എത്രത്തോളം സിമ്പിളാണ്. ഈ ഒരു മാല ഹോട്ട് പോട്ട് അതേ ടേസ്റ്റിൽ, അതേ സ്പൈസി ലെവലിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടോണി ചാൻ സിംഗപ്പൂരിൻ്റെ ഒരു അടിപൊളി കുഞ്ഞ് എപ്പിസോഡിലോട്ട് സ്വാഗതം. ശരിക്കും അടിപൊളി കേട്ടോ. നമ്മളിവിടെ സിംഗപ്പൂര് എങ്ങനെ ഈ മാല ഹോട്ട് പോട്ട് മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ നമ്മുടെ ഈ മീറ്റ്, ഇപ്പം വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് മാത്രം ചൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ, പോർക്ക്, ബീഫ് അങ്ങനത്തെ എല്ലാ മീറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏതൊക്കെ തരത്തിലുള്ള മീറ്റോ ഏതൊക്കെ വെജിറ്റബിൾസൊക്കെ വേണമെന്ന്. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൽ വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ, എന്നാലുള്ള ആ ഒരു സ്റ്റൈലിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അടിപൊളി ഒരു സംഭവമാണ്. അപ്പം നമ്മളിത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നൂഡിൽസ് അല്ലെങ്കിൽ റൈസ് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് ഓരോ വെയിറ്റ് അനുസരിച്ചാണ്, ഗ്രാം അനുസരിച്ചാണ് അവരതിൻ്റെ പ്രൈസ് ഇടുന്നത്. എന്നിട്ട് പ്രൈസ് അവർ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമ്മളോട് ചോദിക്കും ഏതാണ് സ്പൈസ് ലെവൽ വേണ്ടതെന്ന്. മീഡിയം കാണും, ഹൈ കാണും, നോർമൽ കാണും, അങ്ങനെയൊക്കെ കാണും. അപ്പം നമ്മൾ സാധാരണ മീഡിയമാണ് എടുക്കുന്നത്. കാരണം ഒത്തിരി ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പൈസി ആയിരിക്കും. എന്നിട്ട് അതൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കി നമ്മുടെ കയ്യിലോട്ട് തരും. അപ്പോൾ നല്ല അടിപൊളിയാണ്. അതിൻ്റെ ബേസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെജിറ്റബിൾസ്, മീറ്റ് എല്ലാം കൂടെ വെച്ച് നല്ല അടിച്ച് പൊളിച്ച് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇത് ഞാനല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് നിഷയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഞങ്ങളിത് സ്ഥിരമായിട്ട് നമ്മളിത് വീട്ടിലുണ്ടാക്കുന്നതാണ്. ഞങ്ങളിത് ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ കുട്ടികൾക്കാണെങ്കിലും ഞങ്ങളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇത് പലർക്കും ഉപകാരപ്പെടും. കാരണം ഈ ഒരു മാല ഹോട്ട് പോട്ട് ചിലപ്പം കാരണം ഇച്ചിരി പ്രൈസിയാണ് ഇത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആണെങ്കിലും. പക്ഷേ ആ ഒരു സെയിം ലെവലിൽ, ആ സെയിം ഒരു ഫ്ലേവർ ടേസ്റ്റിലൊക്കെ നമുക്കിത് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് ഞാനിത് എൻ്റെ വീട്ടിൽ ചില ഗസ്റ്റ് വന്നപ്പോഴും ഞാനിത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അവരൊക്കെ എന്നോട് പറഞ്ഞു ഇതിങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം നമുക്കിനി നേരെ കിച്ചണിലോട്ട് പോവാം. ഹലോ, അപ്പം ഞാനേ ഇത് മാല ഹോട്ട് പോട്ട് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് വന്നേക്കുക. നമ്മളിനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയണം കേട്ടോ. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാല ഹോട്ട് പോട്ട് ഭയങ്കര ഈസിയാണ്. ഇതിന്റെ ബേസ് സോസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വാങ്ങിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിന് വേണ്ട സാധനങ്ങൾ ഇച്ചിരി സ്പെഷ്യലാണ്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട സാധനങ്ങൾ നോക്കാം. കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തൊരു, ഇവിടുത്തെ ഗാർലിക് ഇച്ചിരി മുട്ടനായതുകൊണ്ട്, വലിയ ഗാർലിക് ആയതുകൊണ്ട് ഇത്രയും ഗാർലിക് വേണം. ഇത്രയും ഗാർലിക്, 2 തിൻ സ്ലൈസ് ഓഫ് ജിഞ്ചർ, പിന്നെ ഈ നമ്മുടെ വത്തൽ മുളക്, പിന്നെ ഇതിന് വേണ്ട ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്ലാക്ക് ഫംഗസ്, അല്ലെങ്കിൽ മഷ്റൂമാണ്, ഒരു വിധത്തിലൊരു മഷ്റൂമാണ്, ബട്ട് ബ്ലാക്ക് ഫംഗസ് എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ഫംഗസ് ഇത് വാങ്ങിയിട്ട് ഒരു 2 hours നമ്മൾ 2 അല്ലെങ്കിൽ ഒരു ½ hour എങ്കിലും വെള്ളത്തിലിടും. അപ്പം നമ്മളിത് വെള്ളത്തിലിടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്കിതിങ്ങനെ ഒരു കവറിനകത്താണ് ഇത് കിട്ടുന്നത്. ഇത് സെയിം ഒരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ഒരു മഷ്റൂമാണ്. അപ്പം ഇത് ഞാൻ വെള്ളത്തിലിടാത്തതും ഇത് വെള്ളത്തിലിട്ടതുമാണ്. ഇതിങ്ങനെ ബൾജ് ചെയ്ത് വരും വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേനും. അതിനാണിത് വെള്ളത്തിലിടുന്നത്. പിന്നെ വേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇതാണ് ബീൻ കേർഡ് ഷീറ്റ് എന്ന് പറയും.
ഈ സോയാബീൻ്റെ പാട ഷീറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബീൻ കർഡ് ഷീറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഉള്ളത് ബട്ടൺ മഷ്റൂം, ഏത് മഷ്റൂം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിങ്ങനെ ബട്ടൺ മഷ്റൂം ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യാം നമുക്ക്, ബട്ടൺ മഷ്റൂം. പിന്നെ വെജിറ്റബിൾസ്, എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ചൈനീസ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ചൈനീസ് ആയിട്ടുള്ള, ഇതിൻ്റെ പേര് സ്യാവ് ബൈ കായ് എന്നാണ്. സ്യാവ് എന്ന് വെച്ചാൽ കുഞ്ഞ്, എന്തോ കായ് എന്ന് വെച്ചാൽ വെജിറ്റബിൾ എന്നാണ് അർത്ഥം. അപ്പം അങ്ങനത്തെ ഒരു കുഞ്ഞ് വെജിറ്റബിളാണിത്. ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ കളഞ്ഞിട്ട് ഇത് കട്ടൊന്നും ചെയ്യണ്ട. അതാണ് ഇത് വളരെ ഈസിയാണ്. ഇതുപോലെ തന്നെ ഇട്ടാൽ മതിയല്ല. പിന്നെ നോൺ വെജിന് വേണ്ടി നമ്മൾ ബേക്കൺ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ചിക്കൻ സോസേജ്, പിന്നെ ചിക്കൻ ബ്രസ്റ്റ്. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇതിനകത്തോട്ടിടാം. അപ്പോൾ തൽക്കാലം ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ. സിംഗപ്പൂരുള്ളവർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ മാല ഹോട്ട്പോട്ട് കടയിൽ മേടിക്കാൻ പോവുകയാണെങ്കിൽ അവരിങ്ങനെ ഇതെല്ലാം ഈ സോസേജ് ഒക്കെ ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ നമ്മൾ 2 സോസേജ് എടുത്തൊരു ഒരു സ്റ്റീൽ ചെറുവത്തിനകത്തോട്ട് 2 സോസേജ് ഇതിങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ വെയ് ചെയ്തിട്ടാണ് അവർ അവസാനം നമുക്ക് പറയുന്നത്. ഇപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റ് നമ്മളിപ്പോൾ എടുക്കുന്ന ഈ 2 പീസായിരിക്കും, അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക ഇങ്ങനെ. അത് നമ്മളെടുത്ത് വെയ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റായി. ചിക്കൻ, സോസേജ്, ബേക്കൺ, മഷ്റൂം 2 തരം, പിന്നെ വെജിറ്റബിള്, പിന്നെ കുറച്ച് ഗാർലിക്, ജിഞ്ചർ, വത്തൽമുളക്, പിന്നെ നമ്മുടെ ബീൻ കർഡ് ഷീറ്റ്. ഇത് കൂടാണ്ട് പല 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 സാധനങ്ങളുണ്ട്, വെറൈറ്റി സാധനങ്ങളുണ്ട്. ഗ്ലാസ് കളറിലിരിക്കുന്ന ലോട്ടസ് റൂട്ട്, അങ്ങനെയാണ്. നമ്മളിപ്പോൾ തൽക്കാലം ഇത്രയും സാധനങ്ങളുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാം. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഇതിനകത്ത് നൂഡിൽസ് വേണം. അപ്പോൾ ആ നൂഡിൽസ് അധികം പരിപാടിയൊന്നുമില്ല. കുറച്ച് ചൂടുവെള്ളത്തിനകത്തോട്ട്, ബോയിൽഡ് വാട്ടറാണ്, നല്ല ചൂടുവെള്ളത്തിനകത്തോട്ട് നൂഡിൽസ് ഒന്ന് മുക്കി എടുക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം മാഗി നൂഡിൽസാണ്. പലതരത്തിലുള്ള നൂഡിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഗ്ലാസ് നൂഡിൽസ്, അല്ലെങ്കിൽ ഇച്ചിരി വണ്ണമുള്ള ടൈപ്പ് നൂഡിൽസ്, പലതരത്തിലുള്ള നൂഡിൽസ് ഉണ്ട്. നമ്മൾ മാഗി നൂഡിൽസ് ഇട്ടിട്ടാണ് മാല ഹോട്ട്പോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചൂടുവെള്ളത്തിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു, കുറച്ച് ഓയിൽ, കുറച്ച് ഉപ്പിട്ടു. നൂഡിൽസ് മാത്രം മതി. ഈ മാഗി നൂഡിൽസിൻ്റെ കൂടെ വരുന്ന മസാലയൊന്നും വേണ്ട നമുക്ക്. ജസ്റ്റ് പ്ലെയിൻ നൂഡിൽസ്, ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് നൂഡിൽസ് ഇച്ചിരി ഒന്ന് ആ ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് മാറി ഇച്ചിരി ഒന്ന് വെന്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വേവിക്കാം. ഇത് കണ്ടോ, നൂഡിൽസ് ഓൾറെഡി ആയി. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യാം. അതിന് നമുക്ക് ആദ്യമേ കുറച്ച് വെജിറ്റബിൾ ഓയിലും. ഇതുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ ഈ ചൈനീസ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന അതേ വോക്കിനകത്ത് കുറച്ച് ഓയിൽ മതി. കുറച്ച് ഓയിൽ ഒഴിച്ചു. അത് ആ സമയം കൊണ്ട് നമ്മുടെ നൂഡിൽസായി. എണ്ണ ഒഴിച്ചതേ ഉള്ളൂ, അന്നേരത്തേനും നൂഡിൽസായി. ഇത് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നൂഡിൽസ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. എന്നിട്ട് അത് നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെക്കാം. നമ്മൾ ചൂട് വെള്ളത്തിനകത്തോട്ട് നൂഡിൽസ് ഇട്ടു. അവിടെ ചീനിച്ചട്ടി കത്തിച്ചിട്ട് എണ്ണ വെച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കിന് നൂഡിൽസ് ആയേ. അപ്പോൾ നമുക്കിനി നമ്മുടെ സാധനങ്ങളൊക്കെ ഇടാം. കുറച്ച് ഓയിൽ ഒഴിച്ചു, കുറച്ച് ഈ വത്തൽമുളക് 2 മതി. വത്തൽമുളക് ഇട്ടു, 2 തിൻ സ്ലൈസ് ഓഫ് ജിഞ്ചർ, കുറച്ച് ഗാർലിക്. എന്നിട്ട് കുക്കാവാൻ കുറച്ച് സമയം വേണ്ടത് ഇതിനകത്ത് ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ ചിക്കൻ ഇടുന്നു. ചിക്കൻ്റെ ഒരു പിങ്കിഷ് കളർ വരുമ്പോഴത്തേനും ചിക്കൻ ഇസ് ഡൺ. ഒരു വൈറ്റ് കളർ ആകുമ്പോഴത്തേനും സോസേജും ഇതും നമുക്കിടാം, ബേക്കനും. അപ്പോൾ ചിക്കൻ ഒരുമാതിരി വൈറ്റ് കളറായി, ഒരുമാതിരി കുക്കായിട്ടുണ്ട്. അല്ല, കുറച്ചുകൂടെ ഒരുമാതിരി കുക്കായില്ല, പക്ഷെ കുറച്ച് സമയം എടുക്കും. അന്നേരത്തേനും നമുക്ക് ഈ സോസേജ് ഇടാം, പിന്നെ ഹാം ഇടാം. ഹാം അല്ല, ബേക്കൻ ഇടാം. നമ്മളൊന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഓയിലിനകത്ത് കുക്കാവുന്നതേ ഉള്ളൂ.
പറയുന്നത് ഈ മാല ഹോട്ട് പോട്ട് സോസ് ഉണ്ട്. ഈ സോസ് ആക്ച്വലി ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാക്കറ്റാണ്. ആക്ച്വലി ഇങ്ങനെ ഒരു പാക്കറ്റിനകത്താണ് വരുന്നത്. ഇങ്ങനത്തെ 2 പാക്കറ്റ് ഒരു കവറിനകത്ത് വരും. അതിനകത്ത് നോക്കിയാൽ അറിയാം നിറയെ എണ്ണയുണ്ട്. പിന്നെ വത്തൽമുളകാണ്, എന്തോ ഒരു സ്പെഷ്യൽ വത്തൽമുളക്. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ സെഷ്വാൻ പെപ്പർ എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമുക്ക് അങ്ങനെ കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ സോസ് ഓൾറെഡി അവരുണ്ടാക്കിയിരിക്കുന്ന സോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് ബാക്കി വെച്ചേക്കുന്നതാണ്. അത് നമ്മൾ ഈ ചിക്കൻ ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയി, അത് ഇതിനകത്തോട്ട് ഇടുക. ഈ ഒരു സോസിൻ്റെ ടേസ്റ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് ചിക്കൻ എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ചിക്കൻ കുക്കായല്ലോ എന്ന് നോക്കാനാ, ഓൾറെഡി നന്നായിട്ട് കുക്കായി, നല്ലപോലെ വെന്തു. അപ്പോൾ ചിക്കൻ ആയി കഴിയുമ്പോൾ ബാക്കി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സോസേ ഒഴിച്ചുള്ളൂ, ഒരു ഇച്ചിരിയേ ഇട്ടുള്ളൂ. ഭയങ്കര എരിവാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വേവ് വരുന്നത് ഈ മഷ്റൂമിനാണ്. അപ്പോൾ ഈ മഷ്റൂമിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇത് സൂക്ഷിക്കണം. ഇതിനകത്തോട്ട് ഇടുമ്പോൾ ഇതിങ്ങനെ ഒരുമാതിരി ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളിത് അടച്ചു വെച്ചിട്ടൊക്കെ ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ കുറച്ചൊന്ന് സോട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റ്സ് സോട്ട് ചെയ്താൽ മതി, അതുമാകും. അത് കഴിയുമ്പോഴത്തേനും ഇതിനൊന്നും ഒട്ടും കുക്കിംഗ് ടൈം ഇല്ല. ഈ ബീൻ കേർഡിനൊന്നും കുക്കിംഗ് ടൈം ഇല്ല, ഈ ഇലയ്ക്കും ഒട്ടും കുക്കിംഗ് ടൈം ഇല്ല. അതുകൊണ്ട് അതൊക്കെ അവസാനം മതി. നമ്മുടെ ലീഫ് ആഡ് ചെയ്തു. ബീൻ കേർഡ് ആഡ് ചെയ്തു കേട്ടോ. പടാക് സൗണ്ട് കേട്ടോ. നമ്മുടെ മഷ്റൂം ഇനി നമുക്ക് കുറച്ചും കൂടി സോസ് ഒഴിക്കാം. അത് ആ ഇറച്ചിയിലൊക്കെ പിടിക്കാൻ വേണ്ടി ഇച്ചിരി ഒന്ന് ഒഴിച്ചു. ഇനി കുറച്ച് ഓയിൽ മതി, ദാറ്റ് ഈസ് മോർ ദാൻ എനഫ്. ഇനി നല്ലപോലെ ഇത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ നൂഡിൽസ് ഓൾമോസ്റ്റ് ഡൺ. നൂഡിൽസ് ഓൾറെഡി ഇച്ചിരി കുക്ക്ഡ് ആയിരുന്നല്ലോ. നൂഡിൽസ് ഇടുക. നൂഡിൽസിലും ആ കളറ് കറക്റ്റായിട്ട് വന്നു കഴിയുമ്പം മാല ഹോട്ട് പോട്ട് ഈസ് റെഡി. മാല ഹോട്ട് പോട്ട് റെഡി. ഗ്യാസ് ഓഫ് ചെയ്തു. സി ഇനി ഇതിനകത്തോട്ട് ഗാർണിഷിംഗ് ആയിട്ട് കുറച്ച് പീനട്സ് ഇടാം. പീനട്സ് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. കുറച്ച് കാടമുട്ട പുഴുങ്ങി ഇതിടുവാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അതും ടേസ്റ്റി ആയിരിക്കും. നൗ ലെറ്റ്സ് ഈറ്റ്. അപ്പോൾ ഗൈസ് ഇത് എല്ലാം റെഡിയായി, അടിപൊളിയല്ലായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. ഇത് ഇത്രയും എളുപ്പമുള്ള ഒരു ഡിഷാണെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ്സ് അല്ലേ, 10 മിനിറ്റ്സ് ഒക്കെ എടുത്തു. ആ ചിക്കൻ ഒക്കെ കുക്ക് ആവേണ്ട താമസമേ ഉള്ളൂ, ബാക്കിയെല്ലാം ജസ്റ്റ് പടപടയെന്നായി. അതെ, അപ്പോൾ ഇത് നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സും കൊണ്ടാണ് നമ്മൾ ഇത് മൊത്തം ഉണ്ടാക്കിയത്. ഇൻഗ്രീഡിയൻസ് നമുക്കെല്ലാം വേണം കേട്ടോ. ഈ പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടും. കടയിൽ ഇതുണ്ട്, ഇതിങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത്. നോക്കിയേ, കടയിൽ കിട്ടുന്ന അതേപടിയാണ്. നമ്മളിത് ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഡിഷ് ആയതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം നിങ്ങളും ഇതൊക്കെ വീട്ടിലൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ചോപ്സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ചെറിയൊരു ഇതുണ്ട്. ഇതിങ്ങനെ ആദ്യം എടുക്കുമ്പോൾ നമുക്ക് എല്ലാം കിട്ടിയല്ലേ, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എടുക്കുക.
മാല ഹോട്ട് പോട്ട് അല്ലേ? സൂപ്പർ. നമ്മൾ ആക്ച്വലി ഒരു നൂഡിൽസ് ആട്ടോ ഇട്ടത്. ഒരു നൂഡിൽസിന്റെ ഇതല്ലേ പാക്കറ്റിനകത്ത് ഒരു നൂഡിൽസ് ഇട്ടത്. നമ്മൾ ആ നൂഡിൽസിന്റെ ആ പൊടി ഒന്നും ഇട്ടേക്കില്ല കേട്ടോ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. അപ്പോൾ ഒരു നൂഡിൽസ് നമ്മൾ ഇട്ടാൽ ഒരു 2 adults 2 kids. അത്രയൊന്നും പറ്റില്ല. ഇല്ല, 2 adults 2 adultsന് ആവശ്യത്തിനധികം കഴിക്കാം. ഒരു നൂഡിൽസും പിന്നെ അതിനകത്ത് ഈ വക സാധനങ്ങളൊക്കെ ധാരാളം ഇടുവാണെങ്കിൽ എല്ലാവർക്കും കഴിക്കായിരിക്കും. പിന്നെ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കില്ലായിരിക്കും, കാരണം ഇച്ചിരി സ്പൈസിയാണ്. പക്ഷെ നമ്മുടേത് ഓക്കെയാണ്. നമ്മൾ പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസ് നമ്മൾ ആഡ് ചെയ്താൽ മതി, അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. ഇതൊരു ചൈനീസ് ഡിഷാണ് കേട്ടോ. ഇപ്പോൾ ഇന്ത്യൻ ഡിഷ് ബോറടിച്ചവർ ചൈനീസ് ഡിഷ് ഉണ്ടാക്കുക. ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും. എനിക്കിതൊക്കെ അറിയത്തുള്ളൂ. അല്ല, നമ്മളിങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ പേസ്റ്റ് ഇല്ലേ, ഈ പേസ്റ്റ് ആക്ച്വലി നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ജസ്റ്റ് ഈ മാല ഹോട്ട് പോട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പല കമ്പനികളുടെ പേസ്റ്റ് അവൈലബിൾ ആണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പക്ഷേ ഈ ഉണ്ടാക്കേണ്ടത് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ കിട്ടും. കടേനേക്കാൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ ഫോളോ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ചൈനീസ് ഡിഷസൊക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ പറയുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്കിയുള്ള ഡിഷസ് നമുക്ക് കഴിക്കാം. അപ്പം എല്ലാവരും മാല ഹോട്ട് പോട്ട് ഇത് ട്രൈ ചെയ്യുക കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഐ വിൽ സീ യു ഗൈസ് ലേറ്റർ. ദിസ് ഈസ് ടോണി ചാൻ സിംഗപ്പൂർ സൈനിങ് ഔട്ട് വിത്ത് നിഷ. ബൈ. ശരിക്കും അടിപൊളി കേട്ടോ, കടനെ വെല്ലുന്ന ടേസ്റ്റാണ്. താങ്ക് യു.